जिम में गिर गया। बैडमिंटन प्लेयर जिम में गिर गया, ऐसा हम लोग बहुत सुना हुआ। जिम में गिर गया, हार्ट अटैक हो गया। ये क्या कारण से होता है? हम लोग हार्ट रेट नहीं देख रहे, इसके वजह से होता है। ये थ्रेडमिल में वॉकिंग करने का टाइम, बाइसिकल में जाने का टाइम, एक्सरसाइज करने का टाइम हम लोग हार्ट रेट नहीं देखेगा तो मुश्किल हो जाएगा। एक वजन उठाने का हमारे शरीर में इतना पावर है, हार्ट का इतना पावर है, उसका ज़्यादा पावर हम लोग यूज़ करेगा तो हार्ट ब्रेक होता है, पंपिंग करने के लिए नहीं होता है। हम लोग के शरीर में एक तरीका है, इतना वज़न उठा सकता मैक्सिमम, उसका ज़्यादा नहीं उठाने का। बाद में एक्सरसाइज करने के समय ओवर एक्सरसाइज नहीं करने का। आपका एक एक एक्सरसाइज करने के में हार्ट भी पंप करना पड़ेगा। ये बराबर पंपिंग नहीं करेगा तो आपका बॉडी प्रॉब्लम हो जाएगा, गिरने का चांस है। इसके लिए हार्ट रेट देखने का, ये पूरा मशीन का हैंडल में पकड़ के करने का। कोई कोई आदमी क्या कर रहा है, दूसरा आदमी के पास दिखाने के लिए बड़ा वजन उठाता है, हाथ जोड़ के चलाता है। ये मेरे को पूरा मालूम है, ये करने के लिए मेरे को ईजी है, ऐसा दिखाने के लिए हाथ जोड़ के जाते हैं, चलाते हैं, एक्सरसाइज करते हैं। इसका वजह से हार्ट रेट देखने का नहीं होता है, गिर जाएगा। तो ये हैंडल में पूरा सेंसर है, सेंसर हम लोग का हाथ पकड़ेगा तो सेंसिंग करके हार्ट रेट बताएगा। ये हार्ट रेट कैसे कैलकुलेट करेगा? 225 माइनस योर एज, वो कितना मिलता है उतना हार्ट रेट आप मेंटेन करने का। उसका ज़्यादा आएगा तो आपको प्रॉब्लम हो जाएगा, शुगर। ബാഡ്മിൻ്റൺ താരം ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഇങ്ങനെ പല ന്യൂസുകളും നമ്മൾ കേൾക്കാനിടയായിട്ടുണ്ട്. ഇന്നലെ തന്നെ ഒരു എറണാകുളത്ത് ഒരു ജിമ്മിൽ ഒരു യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിന് പ്രധാന കാരണം ഹാർട്ട് റേറ്റ് നോക്കാത്തതാണ്. ജിമ്മ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് നോക്കൽ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ത്രെഡ് മില്ലിൽ വാക്ക് ചെയ്യുമ്പോഴും, ബൈസിക്കിൾ ചവിട്ടുമ്പോഴും, അതുപോലെ ക്രോസ് ട്രെയിനറിൽ ഓടുമ്പോഴും, അതുപോലെ ഈ വാക്കിംഗ് മെഷീനിൽ നടക്കുമ്പോഴും നമ്മൾ കൈ വിട്ടിട്ട് ചെയ്യാനാണ് പലരും ശ്രമിക്കുക. കൈ വിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നടത്തുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവുന്നത്. അതിൽ ഹാൻഡിലിൽ സെൻസറുകളുണ്ട്. നമ്മളതിൽ കൈകൾ വെച്ച് കഴിഞ്ഞാൽ ഈ സെൻസറുകൾ അത് സെൻസ് ചെയ്യുകയും നമ്മുടെ ഹാർട്ട് റേറ്റ് അവിടെ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഹാർട്ട് റേറ്റ് എപ്പോഴും നോക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഹാർട്ട് റേറ്റ് എങ്ങനെ നോക്കാന്ന് വെച്ചാൽ 225 മൈനസ് നിങ്ങളുടെ ഏജ്, ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടണമെങ്കിൽ അത്രയേ വരാൻ പാടുള്ളൂ ഹാർട്ട് റേറ്റ്. അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഹാർട്ട് റേറ്റ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ എടുക്കാനുള്ള നമ്മളുടെ ഒരു ശേഷിയുണ്ട്. ഇപ്പോൾ ഒരു സാധനം എടുക്കാനുള്ള നമ്മുടെ ഒരു ശേഷി, അത് നമ്മുടെ ഹാർട്ടിൻ്റെ ബലത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ ഹാർട്ടിൻ്റെ ബലത്തിനനുസരിച്ച് നമുക്കൊരു വസ്തു എടുക്കാനായിട്ടുള്ളൊരു ശേഷിയുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ചെയ്യാനായിട്ടുള്ള ശേഷി നമ്മുടെ ശരീരത്തിനുള്ളൂ. അത്രയും ഭാരം നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഹാർട്ടിന് താങ്ങാൻ പറ്റില്ല, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും. അപ്പോൾ എപ്പോഴും ഹാർട്ട് റേറ്റ് ശ്രദ്ധിക്കണം. അത് ഏജിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ വളരെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പലരും ശ്രദ്ധിക്കാണ്ട് വരുന്നതാണ് ഹാർട്ട് സ്തംഭിച്ചു പോകാനായിട്ടുള്ള കാരണം.
കാരണം എന്താ വെച്ചാൽ ആ വെയിറ്റ് അത്ര എടുക്കുമ്പോൾ അത്രയും ഹാർട്ട് പമ്പ് ചെയ്യേണ്ടി വരും. ഈ പമ്പിങ് നടക്കാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പം നമുക്ക് ഓരോ ശരീരത്തിനും എടുക്കാവുന്ന മാക്സിമം വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതിനേക്കാളും കൂടുതൽ നമ്മൾ എടുക്കാനായിട്ട് പാടില്ല. അതുപോലെ നമ്മുടെ ശരീരത്തിന് ഓവർ ഇത് കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ബൈ. ഇല്ലാണ്ടായിപ്പോയില്ലേ? ആരുമില്ല. വിഷമായി. ആരെങ്കിലും ഒന്ന് വിളിക്കാനോ ഒന്നും പറ്റില്ല. ഈ സമയത്ത് ഇത് മാക്സിമം നോക്കണുണ്ട്. സൈഡിലേക്ക് ഉണ്ട്.